നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. വെള്ളം അടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, ചൈനീസ് ശമ്പു കാനി ഒന്നും വയ്ക്കില്ല, വെളിയിൽ നിന്ന് ഒരു ചായയും പോലും കുടിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ആ ക്യാൻസർ വന്നു? അതും കുടൽ ക്യാൻസർ. കണ്ടുപിടിക്കാനൊക്കെ വല്ല പാടായിരിക്കും. അതായത് ഒരു ദുശീലില്ല, ഒറ്റ ദുശീലമില്ല. വെളിയിൽ നിന്ന് ഒരു ചായയും പോലും കുടിക്കാത്തൊരു വ്യക്തി, ഫുൾ വെജിറ്റേറിയൻ, യോഗ, ജിമ്മ്, രാവിലെ നടത്തം, സൂര്യോദയത്തിന് മുമ്പ് എണീക്കുന്നു. ഇത്രയും ചിട്ടയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ക്യാൻസർ പിടിച്ചു? പക്ഷേ ആളിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി എല്ലാ കാര്യം കൊണ്ട് ആൾ റിക്കവറായി. ഇയാൾക്ക് ഈ സംഭവം വന്നതെന്ന് വെച്ചാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ, കോള, അത് ദാഹിക്കുമ്പം ഇയാൾ കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടുവന്നു. സത്യം പറഞ്ഞ കൂട്ടുകാരെ, മദ്യത്തിനെയും കാട്ടി വിഷമാണ് ഈ കളർ കലക്കി വരുന്ന സാധനങ്ങൾ. ഒരു കാരണവശാലും കൊച്ചുമക്കൾക്കോ നിങ്ങളോ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ദാഹം വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രകൃതിദത്തമായ നാച്ചുറൽ പാനീയങ്ങളുണ്ട്. കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം. മുമ്പ് പണ്ട് കാലങ്ങളിൽ ഈ കളർ സോഡ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഈ ബാക്കിയുള്ളത് കുടിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ഇല്ല. പക്ഷേ ദാഹം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കെമിക്കൽ അടങ്ങിയ പാനീയങ്ങൾ കുടിക്കരുത്. നിങ്ങൾ എന്തൊക്കെ ഒരു ദുശൂലം ഇല്ലെങ്കിൽ ഈ ഒരു സാധനം എല്ല് വരെ ദ്രവിക്കുന്ന ഒരു സംഭവമാണ്. എന്തൊക്കെ പ്രകൃതിദത്തമായ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ശരീരത്തെ ആരും ഇല്ലാതാക്കി കളയരുത്. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനത്തെ കെമിക്കലടങ്ങിയ പാനീയങ്ങൾ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മൊത്തം തകരാറിലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും കെമിക്കലടങ്ങിയ പാനീയങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. അവരെ കുട്ടിക്കാലത്ത് തന്നെ നല്ല നല്ല കരിക്കും വെള്ളം, ഫ്രഷ് ജ്യൂസ്, നാരങ്ങ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം, അങ്ങനത്തെ കാര്യങ്ങൾ അവരെ ശീലിപ്പിക്കുക. അവർ ജനിച്ചപ്പോഴേ അവർക്ക് കോളോ വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വരുന്നത്. നമ്മൾ അച്ഛനും അമ്മയും ശീലിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം ഇപ്പോഴത്തുള്ള എല്ലാം വിഷം തന്നെയാണ്. എങ്കിൽ പോലും നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കഴിയുന്നതും ജീവിതം, ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പം 60-70 ദിവസം എപ്പോഴായാലും ചാവേണ്ടല്ല. പക്ഷെ ചാവേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നവരുടെ കാര്യം ആർക്കും ഒരു ഭാരമാവാതെ, ആർക്കും ഒരു ഉപദ്രവമാവാതെ, ആശുപത്രി കയറിയുള്ള സമ്പാദ്യം മൊത്തം കളയാതെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് അങ്ങ് പോവുക. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.